മരുന്ന് വാങ്ങാനാകാതെ മരിക്കേണ്ട ഗതികേട് ഉണ്ടാകുമോ? അന്നത്തെ ഒരു എഡിറ്റോറിയലാണ് സാർ. സാർ അതുകൊണ്ട് ഇതിനെ ഓപ്പണായിട്ട് സമീപിക്കണം. നമുക്ക് ഒരുമിച്ച് ഇക്കാര്യത്തെ സമീപിക്കാം സാർ. ഇതിനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയായ കാര്യമല്ല. ഒരു കാര്യം കൂടിയുണ്ട് സാർ. സാർ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ ബഹുമാന്യനായ ശ്രീ ടി ജെ വിനോദ് MLA അദ്ദേഹം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഈ ഫാർമസിയിൽ മരുന്നില്ല എന്നുള്ളത്. സാർ പരിശോധിച്ചപ്പോൾ ഫാർമസിയിൽ പോയിട്ടില്ല. എന്താണ് കാര്യം? ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടക്കുകയാണ് സാർ. സാർ ഇത് വളരെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു പർട്ടിക്കുലർ മരുന്ന് സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിൽ അത് പരിശോധിക്കാം സാർ. ഇത് തെറ്റായ കാര്യമാണ്. സർ, ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ തീപിടുത്തമുണ്ടായി. 2-3 ആവർത്തിച്ച് തീപിടുത്തമുണ്ടായി. ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇതൊരു അട്ടിമറിയാണ് എന്നത് ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ടോ? ഇതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണമുണ്ടോ? അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെന്റിന് ലഭ്യമാണോ? സർ, ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ ഗവൺമെന്റ് പരിശോധിച്ചിരുന്നു. ഡിസംബർ മാസം അവസാനം ഇതിന്റെ റിപ്പോർട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, ഫയർ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, ഡ്രഗ്സ് കൺട്രോളർ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഓഫീസേഴ്സ് ചേർന്ന ഒരു കമ്മിറ്റിയാണ് ഇത് അന്വേഷിച്ചത്. ഈ റിപ്പോർട്ട് ഡിസംബർ മാസം അവസാനം ഗവൺമെന്റിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. സർ, ആദ്യം ഒരു റിപ്പോർട്ട്, ഒരു ഇൻട്രീം റിപ്പോർട്ടും അവർ നൽകിയിരുന്നു. സർ, ഇതിൽ പറയുന്ന ഇതിന്റെ അന്തസത്ത, ഇതിൽ ഈ സംഭവങ്ങൾ, ഈ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ബ്ലീച്ചിങ് പൗഡർ സൂക്ഷിച്ച ഇടത്തെ ചില ഈർപ്പം ഉള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാങ്കേതികമായ ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ കമ്മിറ്റി നിർദ്ദേശിച്ചതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ വെയർഹൗസുകളിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് എല്ലായിടത്തും സ്വീകരിച്ചു. ഇടുക്കി ജില്ലയിൽ മാത്രമാണ് ആ വെയർഹൗസ് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളത്. സർ, ഈ 2019 കാലയളവിലാണ് ഫയർ NOC സംബന്ധിച്ച കാര്യങ്ങൾ അത് ലഭ്യമാകുന്നതിന്റെ മാനദണ്ഡങ്ങളിൽ വ്യത്യാസമുണ്ടായത്. അപ്പം നിലവിലെ ചില വെയർഹൗസുകളിൽ NOC ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട്.